ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. വയനാട് പാക്കേജ്, ആശാവർക്കർമാരുടെ വേതനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച നടക്കും. നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അടക്കമുള്ളവരാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. നോബൽ ബാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ ബാരിക്കാരൻ, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേരള മുഖ്യമന്ത്രി, ഒപ്പം കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് മാഷ് എന്നിവരാണ് ഇപ്പോൾ യോഗത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശാവർക്കർമാരുടെ വേതന വർധനവും ഒപ്പം തന്നെ വയനാട് പ്രത്യേക പാക്കേജും അടക്കമുള്ള വിഷയങ്ങളിലാണ് കേരളം പ്രതീക്ഷയോടെ ധനമന്ത്രിയെ കണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അരുൺ, കേരളത്തിലെ പ്രധാന വിഷയങ്ങൾ ഈ പറഞ്ഞു തന്നെയാണ്. ആ കൂടിക്കാഴ്ച ഏറെക്കുറെ അരമണിക്കൂറും പിന്നിട്ടിരിക്കുന്നു. എന്താണെങ്കിലും വിശദമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്പം മുമ്പ് കൂടിക്കാഴ്ചയിൽ നിന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റു ചില പരിപാടികൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം അല്പം മുമ്പ് ഇവിടെ നിന്ന് കേരള ഹൗസിൽ നിന്ന് എന്താണെങ്കിലും പുറത്തേക്ക് പോയിരിക്കുന്നു. കൂടിക്കാഴ്ചയിൽ ആദ്യം മുതൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ച ശേഷമാണ്, അതായത് ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഗവർണർ എന്താണെങ്കിലും മടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം നിർമ്മല സീതാരാമനുമാണ് അകത്ത് ചർച്ചയിൽ ഉള്ളത്. ഒപ്പം കെ വി തോമസും, കേരളത്തിലെ പ്രത്യേക പ്രതിനിധി, അദ്ദേഹവും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വയനാട് പുനരധിവാസം, അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തിലെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ സഹായം കേരളത്തിന് ആവശ്യമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ കേന്ദ്രം ഇപ്പോൾ സ്വീകരിച്ച നിലപാട് അത് കേരളത്തിന്റെ താല്പര്യത്തിന് പൂർണ്ണമായും എതിരാണ് എന്നാണ് ഇതിൽ നേരത്തെ മുതൽ തന്നെ കേരളം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ വിഷയങ്ങളിലൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ, ഒരു ചർച്ചയിലൂടെ ഒരു സമവായത്തെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറെ ഗുണകരമാകും എന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ ഗവർണർ കൃത്യമായി തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനും കൃത്യമായി തന്നെ പങ്കാളിയാകും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഇന്ന് ചർച്ചകളിൽ പങ്കെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അല്പം പ്രേക്ഷകരെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്.